സൺസെറ്റായി. നമ്മൾ ടെമ്പിളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ടുക്ടൊക്കെ എടുത്തില്ല, നമ്മളിപ്പോൾ ടാക്സി വിളിച്ചാണ് പോകുന്നത് ഒരു ഫുഡ് മാർക്കറ്റിലേക്ക്. ഇത് കണ്ടിട്ടെന്തോ പാർക്കാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ എന്താണ് ചുങ്ഷോയ് എന്ന് പറഞ്ഞൊരു ഫുഡ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാറാണ് നമ്മളെ കൊണ്ടുവന്ന്, പുതിയ ആളാണ്. ഇവിടെ ഒരു പെർമനൻറ്റ് ടാക്സിക്കാരൊന്നുമല്ല, നമ്മൾ ആരെ വഴിയിൽ കാണുന്നു അവരെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങൾ, അല്ലെങ്കിൽ ചുറ്റുപാട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പോയ വട്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും പാലം കയറി കേട്ടോ. സൂര്യാസ്തമനം നടക്കാൻ പോവാണ്. വട്ട് പോ എന്ന് പറഞ്ഞ ടെമ്പിളിൻ്റെ അവിടുന്ന് കിട്ടിയ ടാക്സിക്കാരനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞങ്ങൾ ശരിക്കും ടുക്ടുക്കിൽ കയറാൻ പോയതാണ്. അപ്പോൾ പുള്ളി നമ്മൾ പിടിച്ചുകൊണ്ട് 200 രൂപയ്ക്ക് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ അവിടെ എത്തി വീണ്ടും അല്ലേ? ഓക്കെ, ആ സ്കൂള്. അതെ, ഈ ഒരു ദിവസം തന്നെ ഇപ്പോൾ 5-6 പ്രാവശ്യം ഈ വഴി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ സുപരിചിതമായി വഴി. ഇനി നമ്മൾ പോകുന്നത് മറ്റേ ഫുഡ് മാർക്കറ്റിലേക്കാണ്. തായ്ലൻഡിലെ ബാങ്കോക്കിലെ ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ കാണുന്നത്. എടാ, നമ്മളെ ആനവണ്ടി പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ കിടിലൻ ബസ്സുകളുണ്ടല്ലേ, നല്ല നല്ല അടിപൊളി. അതൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള. ഇത് നമ്മൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ അല്ല പോകുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാരും കറങ്ങുന്ന ഈ ബൈക്ക് ടാക്സിയിലാണ്. ലോക്കൽസൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും കൂടുതൽ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ബൈക്കല്ല, ഈ ഒരു സ്കൂട്ടർ പോലത്തെ സാധനം അല്ലേ. എന്നാലും നമ്മുടെ നാട്ടിലെ സ്കൂട്ടറും അല്ല, ബൈക്കുകൾ ശരിക്കും കുറവാണ് ഇവിടെ. ഈ ടൈപ്പ് സ്കൂട്ടേഴ്സാണ് കൂടുതൽ. ഇതുണ്ടോ, അങ്ങനത്തെ ടൈപ്പാണ്. ഇപ്പോൾ കണ്ട. അപ്പോൾ ഈ വണ്ടി നിർത്തിയപ്പോൾ എത്ര ആൾക്കാർ പോയി നോക്കി. ഈ ടൈപ്പ് സ്കൂട്ടറൊക്കെ ഉണ്ടല്ലോ. ഒരു ഹാർലി ഡേവിഡ്സൺ എന്തുകൊണ്ട് പോയി തന്നെ ഇടയിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പേരെന്തോ വായിക്കുക, ചങ്ചുയ് അങ്ങനെയാണ് ആണല്ലേ, ചങ്ചുയ്. അവിടെ നിന്നാണല്ലോ ഒന്ന് സംഭവം. ഓ, മാർക്കറ്റിൻ്റെ ഒരു വലിയ ഗേറ്റ് നമ്പർ 1 നമ്മളൊന്ന്. എന്താ സംഭവം? ഫുള്ള് ബൈക്കിൻ്റെ കളിയാണ്. എവിടെ? 200 ബാറ്റ് മസാജ്. ഇവിടെയാണോ? ആദ്യം മസാജ് ചെയ്താലൊന്ന്. ഫുഡ് ഉണ്ടല്ലേ? 2 hours 500. You don't need 2 hours, no. 1 hour is more than 1 hour also no need. Half an hour is fine. എനിക്ക് ബാക്ക് ചെയ്യിക്കണം. തായും ഫുഡ് എടുക്കാം അല്ലേ? നെക്ക് ആൻഡ് ഷോൾഡർ. അതെല്ലാം ചെയ്യാം. ചൈനീസ് എഴുത്തല്ലേ ഇത് എഴുതിയിരിക്കുന്നത്? ബുഫയാണ്, ബുഫേ. 22. നമ്മളെ മുമ്പിലൊരു പ്ലെയിൻ കണ്ട. ഇതും റെസ്റ്റോറൻ്റാണ് കണ്ട. കണ്ട ബാർ. അതെ, അതെന്താ പൂട്ടിപ്പോയി തോന്നുന്നു കേട്ടോ, പാവം. അയ്യോ, കോൾഡ് ബ്രൂ. ഓ, പൂട്ടിപ്പോയി തോന്നുന്നു അല്ലേ? പഴയ സംഭവമാണത്. നോക്കി സാധനം ഐസ്ക്രീമാണോ അത്? ഇതാ ഐസ്ക്രീം. ബബിൾ ടീ. അത് ഇതാണോ? അതാ മാംഗോ. പിന്നെ സ്റ്റിക്കി റൈസ് കഴിക്കാം.
ഇറ്റാലിയൻ ചീസ് ടോസ്റ്റ്. മാങ്കോ വാങ്ങിക്കട്ടെ? മാംഗോ 15. അത് നോക്കാം ഒന്ന്. ഇത് ഒരു വമ്പൻ സംഭവമല്ലേ അത്? ആ മൊബൈലിൻ്റെ കവർ നോക്കി. 50 ബട്ട് ഐഫോണിൻ്റെ കവറിന് 5 തറംസ്. ഇതൊക്കെ 2 for 100. അതാ 10 ബട്ട് പറഞ്ഞതിന്. ഫിഷ് ആൻഡ് ചിപ്സ്. നല്ല രസമുണ്ടല്ലോ ഈ ഏരിയ. ആഹാ. More beautiful than I. Yeah. അങ്ങനെ പറഞ്ഞു. ഇവിടെ ബിയർ എല്ലാ വക ബിയറുണ്ടല്ലോ ഇവിടെ. ഫിഷ് ചിപ്സ്. ആ വിച്ച് വൺ? അതോ? ആ ഓ ഇവിടെ രക്ഷയില്ല കേട്ടാ. വൈബിൻ്റെ വൈബാണ് ഇവിടെ. ഓ ഇതാണ് നമ്മളെ പ്ലെയിൻ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പ്ലെയിൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. അതവിടെ ഹെലികോപ്റ്ററൊക്കെ ഇരിക്കുന്നു മുകളിൽ. ഓ ഇവിടെയാണോ? ഒരു പ്ലെയിൻ്റെ എൻജിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ മാർക്കറ്റ് വൈബായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലേ ഇരിക്കും. അതെ ഒരാളിരിക്കണ പോലെ വരുന്നു. ഇവിടെ കുറേ ബീഫൊക്കെ ഇരിക്കണ്ടല്ലോ. ചൈനീസ് ചൈനീസ് തായ് ഫുഡ്. Mixed, huh? Yeah, mango sticky rice. Mango sticky rice. No. Sorry. Almost made still pork. Butter beer. And no alcohol. Butter beer, no alcohol. Live cooking. എന്താ സംഭവം? നമ്മളൊരു മസാജ് എടുക്കാൻ പോകണം അവിടെ. മസാജ് എന്ന് പറയുമ്പോൾ ഫുഡ് മസാജാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു നീണ്ട മസാജിന് ശേഷം കാല് മസാജിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഇരിക്കണം. സ്നാക്കിംഗ് കൂടി കിട്ടുന്നതുണ്ട്. വേറെ ഇതുണ്ട്. ഡീപ് ഫ്രൈഡ് പോർക്ക്, സ്പൈസി പോർക്ക്, കഴിച്ചോ? റിജി ട്രൈ ചെയ്തിട്ട് ഇവിടെ
കഴിക്കൂ. കണ്ടിട്ടും തൊട്ട് എന്തോ പോർക്കിൻ്റെ എന്തോ സാധനമൊക്കെ വളർത്ത് ഇതായ പോലെ ഉണ്ട്. എല്ലാ ധൈര്യം സംഭരിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗായ്സ്, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ വരേണ്ടതാണ്. ഓ, അതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ ലൈറ്റ് ഇട്ടല്ലേ. ഇതാണ് സ്ഥലം, ചാങ്ഷ്വൈ ക്രിയേറ്റീവ് പാർക്ക്. ഓ, അങ്ങനെ ഫൈനലി നമ്മൾ ബാക്ക് ടു ഹോട്ടലാണ്. ഒരു മനുഷ്യനില്ല അതുപോലെ, പക്ഷെ താഴെ നല്ല തിരക്കല്ലേ. നല്ല വ്യൂ. നമ്മൾ ബോട്ട് റൈഡിങ്ങിന് പോയ ആ ഒരു ലേക്ക് റിവറാണത്. എന്തായാലും കോക്ടെയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.